സിമ്പിൾ മല്ലി തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാമെന്ന് വിചാരിച്ചു. ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ചാനൽ 1K ക്രോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എല്ലാ വ്യൂവേഴ്സിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ ഷവറിൻ്റെ ലോങ് വീഡിയോ ആണ്. ഇതിൻ്റെയും ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ലോങ് വീഡിയോ ഇടാമെന്ന്. പിന്നെ അങ്ങ് താമസിച്ച് പോവാണ്, സമയം കിട്ടാത്തത് കൊണ്ടാണ്, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബ്രൈഡൽ ഷവറിൻ്റെ ദിവസം രാവിലെ ആൻറ്റിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടായിട്ട് ഇലപ്പൊതിയൊക്കെ ഉണ്ടാക്കി അവർ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡൽ ഷവറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണമായിരുന്നു. എന്നിട്ട് ബ്രൈറ്റ് വ്യൂ വെക്കുക. സൈഡിൽ വേണമെങ്കിൽ എവിടെ എവിടെയൊക്കെയാലും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഒരു അലങ്കോല പരിപാടികൾ ചെയ്യാം. വേറെ കാര്യം ഡബിൾ സ്റ്റിക്കർ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ഷവറിൻ്റെ പ്രോഗ്രാമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോഷൂട്ടുണ്ട്. അപ്പം നമ്മുടെ ആൽബം ചെയ്യുമ്പം അതിനകത്തുള്ള പാക്കേജിനകത്ത് വരുന്നതാണ് ഈ ബ്രൈഡൽ ഷവറിൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. അപ്പോൾ ഇൻഡോർ ഇവിടെയാണ് നടക്കുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ ടെറസയിൽ. ഔട്ട്ഡോർ നടക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സാറപ്പച്ചൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ കസിൻസ് എല്ലാം കൂടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 6:30-ക്കായിരുന്നു ഫോട്ടോഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ചൊങ്ങിപ്പോയതൊന്നും എല്ലാവർക്കും അറിയാതെ നേർക്കാത്ത അങ്ങോട്ട് നമുക്ക് തൽക്കാലം ബ്രൈറ്റ് ടു ബി ഇവിടെ നോക്കണേ. എല്ലാ ബലൂണും വീർപ്പിച്ച് വരുന്ന ഇവന്മാരായിരുന്നു. ഇവിടെയാണ് അവന്മാരുടെ പ്രൊഡക്ഷൻ ഏരിയ. ഇവിടുത്തെ വീർപ്പിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുതരും. അപ്പോൾ അങ്ങനെയാണ് ബലൂണിൻ്റെ കാര്യമൊക്കെ ഇവർ തന്നെയായിരുന്നു ചെയ്തത്. കുറേ ബലൂൺ പൊട്ടിപ്പോയി. പിന്നെ കുറച്ച് പോയി വാങ്ങിക്കുമായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമല്ലോ, ബ്രൈഡിൻ്റെ സഹോദരിമാരാണ് ഇതാ നിൽക്കുന്ന 2 പേര്. ഞങ്ങളുടെ ചുരിദാർ ശരിക്കും പറഞ്ഞാൽ ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ട് തയ്ച്ച ചുരിദാറൊന്നുമല്ല. ഇത് തയ്ച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ചേച്ചി തന്നെ തയ്ച്ചതാണ്. അപ്പോൾ ചേച്ചി തയ്ച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതങ്ങ് ഇട്ടു. പക്ഷെ നല്ലൊരു കളർ കോമ്പിനേഷനായിരുന്നു. കുഞ്ഞിട്ടതും ബ്രൈഡ് ഇട്ടതും ചേച്ചി തയ്ച്ചത് തന്നെയാണ്. ആക്കിയല്ലോ. കാറ്റില്ല, ഞങ്ങള് നിറച്ചെടുക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇൻഡോർ ഷൂട്ടിനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റായിക്കൊണ്ടിരിക്കുമ്പം തൊട്ടിപ്പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ക്യാമറ ചെയ്യുന്ന അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഷാജി എന്നാണ് ഈ അങ്കിളിൻ്റെ പേര്. റാന്നിയിലുള്ള അങ്കിളാണ്. അടിപൊളിയായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു തന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന വീടാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഏതെല്ലാം രീതിയിലുള്ള വീഡിയോ ഷൂട്ടാണ് ഞാനിതിപ്പോൾ കണ്ടപ്പോൾ ചിന്തിക്കുമായിരുന്നു. ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാൻ പറഞ്ഞാൽ നല്ല വിറ്റായിരിക്കും. ഒളിഞ്ഞു നോട്ടം, ചാട്ടം, ഇതൊക്കെ ഉണ്ട്. ഇനി പുറകെ ചാട്ടമൊക്കെ വരുന്നുണ്ട്, തവളച്ചാട്ടം. ഇങ്ങനെ കൈ കത്തിച്ചാടണേ കേട്ടോ. നമുക്ക് അന്ന് ആർട്ടിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടേ. 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടെ 1 2 3 സ്റ്റാർട്ട്. ഇച്ചിരി കൂടെ വിരിവുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇവിടെ നിൽക്കും. പിന്നെ വീട്ടിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നിടത്തും പോവും. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇത് കഴിയാറായി. കുറേ നേരം എടുത്തു കേട്ടോ. അങ്കിൾ കുറേ കഷ്ടപ്പെട്ടു ഫോട്ടോ എടുത്തു തരാൻ. അതിന് ശേഷം നമ്മളിനിയിപ്പം അപ്പുറത്ത് പോകും. അവിടെ ഏകദേശം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിയാറായെന്നാണ് എനിക്ക് ലഭിച്ച വിവരം.
സത്യം പറഞ്ഞാൽ ബ്രൈഡിനേക്കാളും കഷ്ടപ്പാട് ക്യാമറാമാനാണ്. അങ്ങോട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് ഏതെല്ലാം രീതിയിൽ നിന്നാൽ പറ്റും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാ വീഡിയോ ഒക്കെ സൂപ്പറായിരുന്നു, ഫോട്ടോ എല്ലാം. അല്ല ഇവിടെ ഇപ്പം ചടങ്ങൊന്നുമില്ല. നിങ്ങളൊക്കെ എല്ലാവരും കൂടെ വന്ന കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കേക്ക് ഇതിനും കളറായിരുന്നു. അങ്ങനല്ല ലെവൽ ക്യാമറ നോക്കി ഇരിക്കട്ടെ. മോനെ ഇവിടെ നോക്കടാ, ഇവിടെ താത്ത പിടിച്ചടാ. കണ്ടോ ഇച്ചിരി കളർ പോയി. രാത്രി കഴിഞ്ഞാൽ വെട്ടം പോകും. ഞങ്ങൾ അമേരിക്കയിലൊന്നും അല്ല. നൈറ്റ് സെറ്റപ്പിലെ പരിപാടിയാ. ബൾബൊക്കെ ഇട്ട് കണ്ടോ, ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ? എന്നെ കൂടെ കാണിച്ചു കണ്ടോ അടിച്ച് വെറും പൊളി. ഒരേ പൊളി കണ്ടോ പിള്ളേർ കണ്ടോ കുരുത്തം കണ്ടോ കാണിക്കാം. മമ്മിയൊക്കെ കണ്ടോ, മമ്മി കൺവെൻഷന് വന്ന ഡ്രസ്സൊക്കെ ഇട്ട് ആൻറ്റി ഇരിക്കുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോയിൽ എനിക്കറിയാം നല്ല നോയ്സാണ്, എന്നാലും ഞാനത് ഡിലീറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് വോയിസ് കൊടുക്കാത്തത് ഓൺ വോയിസ് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, ആ ഒരു കോമഡികളും ഒക്കെ നമുക്ക് പിന്നീടായാലും ഇതൊക്കെ ഒന്ന് കേൾക്കാമല്ലോ. ഒരു നൊസ്റ്റാൾജിക് ഫീല് പിന്നീട് കിട്ടണമെന്ന് തോന്നിയാൽ ഇതെടുത്ത് നോക്കിയാൽ മതി. വീഡിയോയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല, കാരണം ഇത് പലരാണ് എടുത്തത്. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോകുമ്പോൾ ആൻറ്റിമാരെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും എടുപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഓടി നടക്കുന്ന ക്യാമറ. ഒരു കേക്ക് ഉണ്ടാവും, അത് മുറിക്കല പരിപാടി കടിക്കും ഞാൻ. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കസിൻസൊക്കെ പൊളിയാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അവരൊക്കെ വിളിച്ചിങ്ങനെ ലൈവായിട്ട് ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഓരോന്ന്. അപ്പോൾ അവന്മാർക്ക് സങ്കടം കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ കൊതിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫോട്ടോ പരിപാടികളാണ്. കേക്ക് ഉണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്തു. ഫോട്ടോ എടുക്കണമെങ്കിൽ കേക്ക് വേണമല്ലോ. അപ്പം കേക്ക് പിള്ളേർ അപ്പോഴാണ് പോയി മേടിച്ചുകൊണ്ട് വന്നത്. അത് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ആരും അങ്ങനെ വേറെ ആരും ഇല്ലായിരുന്നു. ആൻറ്റിമാരൊക്കെ ഒരു 1-2 ആഴ്ചയായിട്ട് വീട്ടിലുണ്ട്. അപ്പം അവരും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വേറെ പുറത്തുനിന്നൊന്നും ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. ഇവിടെ വരാൻ നല്ല ആദ്യം അവരെ മാന പറഞ്ഞേ. ഇപ്പുറത്തേക്ക് അപ്പൊ ഇനി എല്ലാവരും കൂടെ അവിടെ നോക്കണം. കട്ട് ചെയ്യുമ്പോൾ നോക്കണേ. കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഒന്ന്. ഏത് പാട്ടും കുഞ്ഞു മമ്മി താളത്തിന് അങ്ങോട്ട് കയറിക്കേ. ഒന്നിച്ച് ചേച്ചിമാർക്ക് ചലച്ചെടുത്ത് കൊടുത്തേ. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്. പക്ഷേ അത് പല ഫോണിൽ നിന്ന് ഫോണിൻ്റെയും പിന്നെ എടുത്തതിൻ്റെയും ഒക്കെ കാണും. അത്ര അങ്ങോട്ട് നമുക്ക് ആ ഒരു ഭംഗി ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ ഇതൊക്കെ കഴിഞ്ഞു. ഫോട്ടോ പരിപാടികളെല്ലാം കഴിഞ്ഞു. കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യം എനിക്കും ചേച്ചിക്കും തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കസിൻ ആങ്ങളമാരൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാം കൊടുത്തു. ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് ആ ഒരു ദിവസം കഴിയുമായിരുന്നു. വേറെ പരിപാടിയൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എല്ലാം ഒന്നും കട്ട് ചെയ്ത് കളയാഞ്ഞത് ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. കാരണം പിന്നീടായാലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അന്നിങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കളയാഞ്ഞതും. പിന്നെ കുറേയൊക്കെ ഞാൻ ഓൺ വോയിസ് തന്നെ ഇട്ടതാ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അതങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. അപ്പം ഇത്രയായിരുന്നു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. എൻ്റെ എൻ്റെ ചാനൽ 1K ക്രോസ് ചെയ്തത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 1K ക്രോസ് ചെയ്യണം എന്നുള്ളത്.
അപ്പോൾ അത് കഴിഞ്ഞ ദിവസം അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെയും നിങ്ങൾ വീഡിയോസൊക്കെ കാണണം. അപ്പം ബായ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഈ ഒരു പ്രോഗ്രാം വേണ്ടാന്ന് വിചാരിച്ചതാണ്. കാരണം ഒന്നാമത് സമയമില്ല, പിന്നെ തിരക്ക് പിടിച്ചെല്ലാം കൂടെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച. പിന്നെ ഇതൊരു ഇത് ആ ഒരു പാക്കേജിലുള്ളതായതുകൊണ്ട് പിന്നെ കസിൻസൊക്കെ ആയാലും അത് നടത്താം എന്നൊക്കെ പറഞ്ഞാൽ അവർ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂടെ ഇതിനെല്ലാം നിന്ന ഞങ്ങളുടെ ഓരോരുത്തരും പേര് പറയുന്നില്ല, എല്ലാവർക്കും ഞങ്ങളുടെ വക നന്ദി. ആൻറ്റിമാർ, കസിൻസ് എല്ലാവർക്കും താങ്ക് യു.